Hello friends, I am Maverick here. Welcome to my YouTube channel. This is my first video. So ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് The Odyssey എന്ന 2026 മൂവിയുടെ റിവ്യൂവിനെ പറ്റിയാണ്. So the movie is directed by the one and only Christopher Nolan. Music by Ludwig Göransson. അഭിനയിച്ചിരിക്കുന്നവർ മാറ്റ് ഡാമൺ, ടോം ഹോളണ്ട്, റോബർട്ട് പാറ്റിൻസൺ, ആനി ഹാത്തവേ, സെൻഡയ, ജോൺ ബെർണത്തൽ, ലുപ്പിറ്റ ന്യോങ്കോ, മിയ ഗോത്ത്, ഡെന്നി സാപ്ഡി, ജോൺ ലെങ്കിസമോ, സമന്ത മോർട്ടോൺ, ചാർലീസ് തിറോൺ and there's a huge cast തന്നെ ഒരു എപ്പിക് കാസ്റ്റ് ആണ്. അത് അറിയാലോ, ക്രിസ്റ്റഫർ നോളന്റെ പടം എന്ന് പറയുമ്പോഴേ ഒരു എപ്പിക് കാസ്റ്റ് ആണ്. ആൻഡ് ആ പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ദിസ് മൂവി ഈസ് ബേസ്ഡ് ഓൺ ദ ഗ്രീക്ക് മിത്തോളജി, ഗ്രീക്ക് എപ്പിക് മിത്തോളജി പോയം. ആൻഡ് ഈ പടം എന്ന് പറയുന്നത് ഹോമറിന്റെ അഡാപ്റ്റേഷൻ ഒഡീസിയിൽ നിന്ന് അഡാപ്റ്റ് ചെയ്ത സ്റ്റോറിയാണ്. And obviously it has a lot of traits of Iliad also, not much, but Troy സിനിമ കണ്ടവർക്ക് അറിയാം അതിൻ്റെ ഒരു അൺഒഫീഷ്യൽ സീക്വൽ നമുക്ക് വേണേൽ പറയാം. കാര്യം ട്രോയ് അല്ലെങ്കിൽ ഇല്ലിയാഡ് എന്ന ആ സ്റ്റോറിക്ക് ശേഷം നടന്ന ഒരു സീ വോയേജ് അല്ലെങ്കിൽ ഒരു പ്രിസർവൻസിൻ്റെ കഥ, പ്രിസർവൻസിൻ്റെ സ്റ്റോറിയാണ് ഒഡീസി എന്ന് പറയുന്ന ബുക്ക്, അതിൻ്റെ കഥയാണ്. സോ ഒബിയസ്ലി ട്രോയ് കണ്ടിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ഫാന്റാസ്റ്റിക് എക്സ്പീരിയൻസ് കിട്ടും. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കി പറയണമെങ്കിൽ വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ്. കാരണം ഇതുപോലുള്ള പടങ്ങളൊക്കെ കിട്ടുക എന്ന് പറയുന്നത് വളരെ റെയർ ആണ്. ക്രിസ്റ്റഫർ നോളന്റെ തന്നെ പ്രീവിയസ് പടങ്ങളായ ഇൻറ്റർസ്റ്റെല്ലാർ, ഓപ്പൺഹൈമർ, ഇൻസെപ്ഷൻ ഇതൊക്കെ കണ്ടപ്പോൾ ഉള്ള ഒരു പ്രത്യേകത എന്ന് നമ്മൾ ആ ഒരു വേൾഡിലോട്ട് കൊണ്ടുപോയി. ഇപ്പോൾ പ്രസ്റ്റീജ് എന്ന് പറയുന്ന മൂവി, ഇറ്റ് വാസ് അബൌട്ട് ഫുൾ ഓഫ് മജീഷ്യൻസ്. നമ്മൾ ആ ഒരു മാജിക് വേൾഡിലോട്ട് കൊണ്ടുപോയി. എന്നെ ഒരുപാട് ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളതാണ്. ബിക്കോസ് എന്നെ അറിയാവുന്നവർക്കറിയാം, ഐ ആം ഓൾസോ മ്യൂസീഷ്യൻ, സ്മോൾ മ്യൂസീഷ്യൻ. സോ അത് എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇൻറ്റർസ്റ്റെല്ലാർ നിങ്ങൾക്കറിയാം, ഒരുപാട് കണ്ടവർക്കറിയാം, ഒരു സ്പേസ് ജേണി തന്നെയായിരുന്നു. ഓപ്പൺഹൈമർ വാസ് ടേക്കിംഗ് ബാക്ക് അസ് ടു ഹിസ്റ്ററി. ഇൻസെപ്ഷൻ നിങ്ങൾക്കറിയാം, ഇറ്റ് വാസ് എ സ്റ്റോറി ബിറ്റ്വീൻ ഡ്രീം ആൻഡ് റിയാലിറ്റി. അതുപോലെ ഇവിടെയും ആ ഒരു സീ വോയേജ് അല്ലെങ്കിൽ ആ ഒരു കടലിലോട്ടുള്ള ജേണി, അതാണ് ഒരു 70-80% ഈ മൂവിയിലുള്ളത്. അതിലോട്ട് നമ്മളെ കൊണ്ടുപോകാൻ ക്രിസ്റ്റഫർ നോളന് സാധിച്ചു. അത് തീർച്ചയായും അദ്ദേഹത്തിന്റെ ഡയറക്ഷനും സ്ക്രീൻ പ്ലേന്റെ ഒക്കെ മികവുകൊണ്ട് മാത്രമാണ്. പിന്നെ ഓഫ്കോഴ്സ് വണ്ടർഫുൾ എഡിറ്റിംഗ്, വണ്ടർഫുൾ മേക്കിംഗ്. ആൻഡ് മേക്കിങ്ങിനെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ ഒബ്വിയസ്ലി ആ ഒരു എന്താ പറയാ, കടലിലൊക്കെ ശരിക്കും ഒരു ഷിപ്പ് ശരിക്കും പോകുന്ന പോലെ തോന്നി. ഇറ്റ് വാസ് റിയലി റിയലിസ്റ്റിക്. ബിക്കോസ് കടലിൽ അന്നത്തെ കാലത്ത് ഇപ്പോഴത്തെ മോഡേൺ ഷിപ്സ് അല്ല, അന്നത് ഇറ്റ്സ് ഓൾമോസ്റ്റ് 3000 years ബാക്ക് സ്റ്റോറി, റിട്ടേണിംഗ് ബാക്ക് ഇൻ നോളൻസ് പെർസ്പെക്റ്റീവ് ഓർ നോളൻസ് വിഷൻ. അന്നത്തെ കാലത്തുണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങൾ, അന്നത്തെ ഇൻഫ്രാസ്ട്രക്ചേഴ്സ്, അന്നത്തെ വാർ മെറ്റീരിയൽസ്, അന്നത്തെ ഡ്രസ് കോഡ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതെല്ലാം വളരെ പ്രിസൈസ് ആയിട്ടാണ് കൊണ്ടുപോകുന്നത്. പിന്നെ ആക്ടിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മാറ്റ് ഡേമണിൽ തന്നെ തുടങ്ങാം. ആസ് ഒഡീസിയസ്, he was perfect as Odysseus. He was one of the most perfect casting ever, because not only just by mentally or his appearance, physically തന്നെ he was so, ഈ പ്രായത്തിൽ he was so jacked, സോ മസ്കുലർ ബോഡി ആയിരുന്നു. ആൻഡ് പിന്നെ എടുത്ത് പറയേണ്ട പെർഫോമൻസ് ടോം ഹോളണ്ടിൻ്റെ. ഹി വാസ് സോ ക്യൂട്ട് ഇൻ ദ മൂവി. ഹി വാസ് ഓൾമോസ്റ്റ് ഇൻ ഹിസ് 30s, ബട്ട് ഹി വാസ് സ്റ്റിൽ ലുക്കിംഗ് ലൈക്ക് എ ടീനേജർ. ഹി വാസ് സോ ക്യൂട്ട് ഇൻ ദ മൂവി. ഹി ഡിഡ് റിയലി വെൽ. പിന്നെ റോബർട്ട് പാറ്റിൻസന്റെ ആ ഒരു വില്ലനിയസ് ലുക്ക്, ആ വില്ലനിയസ് നേച്ചർ, അത് ഇറ്റ് വാസ് റിയലി ഗ്രേറ്റ്. പിന്നെ ആനി ഹാത്തവേ, ഷി വാസ് എ ഫീമെയിൽ ലീഡ്, ഒഡീസിന്റെ വൈഫായിട്ട്. പെനിലോപ്പ് എന്ന ക്യാരക്ടറാണ് അവർ ചെയ്തത്. ഷീ വാസ് സോ ബ്യൂട്ടിഫുൾ ആൻഡ് ഷീ വാസ് സോ വണ്ടർഫുൾ. പിന്നെ എടുത്തു പറയേണ്ട പെർഫോമൻസ് ആണ് സെൻഡയ, ജോൺ ബെർണത്തൽ. പിന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു എടുത്തു പറയേണ്ടത്, എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള തോന്നിയിട്ടുള്ളത് ജോൺ ലെഗമസിന്റെ ലെഗുസമോന്റെ ഒരു ക്യാരക്ടറായിരുന്നു. ഇറ്റ് വാസ് സോ ഒരു, ഐ തിങ്ക് അദ്ദേഹത്തിന്റെ കരിയറിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാരക്ടേഴ്സ് ആയിരുന്നു അദ്ദേഹത്തിന് കിട്ടിയത്. പിന്നെ ഈ പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് ദ ഫസ്റ്റ് മൂവി വിച്ച് ഇസ് കംപ്ലീറ്റ്ലി ഷോട്ട് വിത്ത് ഐമാക്സ് ക്യാമറ. അതുകൊണ്ട് തന്നെ ദിസ് മൂവി ഈസ് കംപ്ലീറ്റ്ലി ഫോർ എ തിയേറ്റർ എക്സ്പീരിയൻസ്. ദാറ്റ് ടു ഐമാക്സ് ആണെങ്കിൽ അത്രയും നല്ലത്. എനിക്ക് അൺഫോർച്യുനേറ്റ്ലി ഐമാക്സിൽ കാണാൻ പറ്റില്ല, ബട്ട് ഇറ്റ് സ്റ്റിൽ വാസ് എ ഗുഡ് എക്സ്പീരിയൻസ് ഫോർ മീ, ബിക്കോസ് ഐ സോ ഇറ്റ് ഇൻ ഏരീസ് പ്ലസ് ട്രിവാൻഡ്രം Audi 1. ആൻഡ് ഈ പടം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 3 hours അതിൽ കൂടുതൽ ഉണ്ടായിരുന്ന പടമാണ്. ബട്ട് ബിക്കോസ് ഓഫ് ഐമാക്സ് ക്യാമറയിൽ അതിൽ കൂടുതൽ ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഇത് ഒരു 2 hours 52 minutes ആ ഒരു റേഞ്ചിലാണ് ഉണ്ടായിരുന്നത്. കാരണം ഐമാക്സ് ക്യാമറയിൽ ഒരുപാട് ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത കുറച്ച് ലിമിറ്റേഷൻസ് കാര്യങ്ങളുണ്ട്. ഒരുപാട് ലെങ്ത് അത് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ആ ലിമിറ്റേഷൻസ് ഒരുപാട് സീൻസ് കട്ട് ചെയ്തതാണ്. ബട്ട് ഐ ഷുഡ് സേ, ഈ 2.3 മണിക്കൂർ അടുപ്പിച്ചുണ്ടായിരുന്നു. ആ ടൈം പോയതറിയില്ല. സ്ക്രീനിൽ നിന്ന് നമ്മൾ കണ്ണെടുക്കാതെ ഇരുന്ന് കണ്ടു. അവിടാണ് നോളൻ എന്ന് പറയുന്ന ഡയറക്ടറിന്റെ വിജയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആക്ടേഴ്സിന്റെ വിജയം എന്ന് പറയുന്നത്, ആ ക്രൂവിന്റെ വിജയം എന്ന് പറയുന്നത്. ബിക്കോസ്
എനിക്കറിയാം തിയേറ്ററിൽ നിന്ന് കണ്ടവർ പല സീൻസ് വരുമ്പോൾ, ചില സീൻസൊക്കെ വരുമ്പോൾ പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിട്ട് നമ്മൾ അതിൽ ഇനി അടുത്ത് എന്ത് സംഭവിക്കും എന്നുള്ള ഒരു ക്യൂരിയോസിറ്റിയിലും ഇതിലാണ് നമ്മൾ നിന്നിരുന്നത്. ഓക്കെ, സോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇറ്റ്സ് എ വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആൻഡ് primarily it's a Christopher Nolan movie, so from there on everything is secondary. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് അടുത്ത വീഡിയോ വരുന്നവരെ ഗുഡ് ബൈ, ടേക്ക് കെയർ.